വെൽക്കം ടു കുക്കിംഗ് ഇറ്റ് സിമ്പിൾ. ഇന്നൊരു കിഡ്ലൻ പൊറാട്ടയുടെ റെസിപ്പി ആയിട്ടാണ് എത്തിയിട്ടുള്ളത്. ഇൻസ്റ്റൻ്റ് ആയിട്ട് വെറും 15 മിനിറ്റിനുള്ളിൽ നിങ്ങൾക്ക് ഈ ഒരു പൊറോട്ട ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇതിനായിട്ട് നിങ്ങൾ മാവ് റെസ്റ്റ് ചെയ്യുകയോ വീശിയടിക്കുകയോ ഒന്നും വേണ്ട. അതുപോലെ തന്നെ നെയ്യോ പാലോ മുട്ടയോ ഒന്നും ചേർക്കണ്ട. ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കിയെടുക്കുന്ന അതേ എളുപ്പത്തിൽ തന്നെ നിങ്ങൾക്ക് ഈ ഒരു പൊറോട്ട ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നല്ല ലെയറുള്ള സോഫ്റ്റ് ആയിട്ടുള്ള പൊറോട്ടയുടെ റെസിപ്പിയാണ്. അപ്പം നിങ്ങൾക്കിത് മൊരിഞ്ഞിട്ട് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാം. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കുന്നതിന് മുന്നേ ആയിട്ട് നിങ്ങൾ ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ താഴെയുള്ള ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഇത് ഉണ്ടാക്കാനായിട്ട് ഞാൻ 4 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. 4 കപ്പ് എന്ന് പറയുമ്പോൾ വെയിറ്റിൽ 1/2 കിലോ ആണ് വരിക. നിങ്ങളെ കയ്യിൽ മെഷറിംഗ് കപ്പ് ഇല്ലയെന്നുണ്ടെങ്കിൽ സാധാരണ ചായ കുടിക്കുന്ന കപ്പിൽ 4 കപ്പ് എടുത്താൽ മതി. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് ബേക്കിംഗ് പൗഡറാണ്. ഞാനൊരു 1/2 ടീസ്പൂണ് ബേക്കിംഗ് പൗഡർ ഇട്ടിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ 1 ടീസ്പൂണാണ് ഇട്ടിട്ടുള്ളത്. 1 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഇപ്പോൾ ഞാൻ കാണിക്കുന്നത് 10 പൊറോട്ട ഉണ്ടാക്കാനുള്ള റെസിപ്പിയാണ്. ഇനി നമുക്ക് ഇത് കുഴയ്ക്കാനായിട്ട് നല്ല തിളച്ച വെള്ളം വേണം. പച്ചവെള്ളമോ ഇളം ചൂടുള്ള വെള്ളമോ അല്ല, നല്ല തിളച്ച വെള്ളം തന്നെ വേണം. വെള്ളം കുറേശ്ശെയായിട്ട് ഇതുപോലെ ഒഴിച്ചിട്ട് സ്പൂൺ കൊണ്ട് നന്നായിട്ട് ഇളക്കിയിട്ട് മിക്സ് ചെയ്യുക. ഞാനിപ്പോൾ 2 കപ്പ് തിളച്ച വെള്ളമാണ് ഇതിലേക്ക് എടുത്തിട്ടുള്ളത്. ഓരോരുത്തർ എടുക്കുന്ന മൈദയുടെ അളവിനനുസരിച്ച് വെള്ളവും വ്യത്യാസം ഉണ്ടാവും. അപ്പം കുറേശ്ശെയായിട്ട് ഒഴിച്ചിട്ട് ആവശ്യത്തിനുള്ള വെള്ളം മാത്രം എടുക്കുക. നമ്മളിപ്പം നേരിയപ്പത്തിരിക്കൊക്കെ അങ്ങനെ പൊടി വേവിച്ചെടുക്കൂലേ, ആ ഒരു പോലെ ഇതുപോലെ ഇങ്ങനെ കുറേശ്ശെ ചൂടുവെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുത്താൽ മതി. നന്നായിട്ടൊന്ന് മിക്സ് ആയി കഴിഞ്ഞാൽ നമുക്ക് മൈദ തൂവിയിട്ടുള്ള ഒരു കൗണ്ടർ ടോപ്പിലേക്ക് ഈ പൊടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. നിങ്ങൾ സാധാരണ ചപ്പാത്തിക്കൊക്കെ കുഴയ്ക്കുന്ന പോലെ തന്നെ കുഴച്ചെടുത്താൽ മതി. പക്ഷേ ചപ്പാത്തീൻ്റെ മാവ് പോലെ നല്ല ഉറപ്പുണ്ടാവരുത്. കുറച്ചും കൂടി അയഞ്ഞ മാവായിരിക്കണം, കുറച്ചും കൂടി സോഫ്റ്റ് ആയിട്ടുള്ള മാവായിരിക്കണം. പക്ഷേ നമുക്ക് ഒരുപാട് നേരം ഇതിട്ട് കുഴയ്ക്കേണ്ട. സാധാരണ പൊറോട്ടയൊക്കെ നമ്മൾ കുഴയ്ക്കുന്ന സമയത്ത് അരമണിക്കൂറൊക്കെ കുഴയ്ക്കണം എന്നാണ്. അപ്പോഴേ അതിൻ്റെ അകത്തുള്ള ഗ്ലൂട്ടനൊക്കെ ഫോമായിട്ട് മാവൊക്കെ നല്ല സ്ട്രെച്ചി ആയിട്ട് വരുള്ളൂ. നമുക്കതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുത്താൽ മതി. നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ചും കൂടെ മൈദപ്പൊടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് മാവിനെ ഇതുപോലെ പറ്റാത്ത രീതിയിൽ, നമ്മൾ തൊടുന്ന സമയത്ത് കയ്യിലൊന്നും പറ്റാത്ത പാകത്തിൽ ആവുന്ന പോലെ ഒന്ന് നന്നായിട്ട് കുഴച്ചെടുത്താൽ മതി. ഇപ്പം ഞാൻ മാവ് നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. മാവ് നിങ്ങൾക്ക് തൊട്ട് നോക്കിയാൽ തന്നെ അതിൻ്റെ സോഫ്റ്റ്നെസ് മനസ്സിലാവും. ഇതുപോലെ ഇങ്ങനെ തൊട്ട് നോക്കുമ്പോൾ ഉള്ളിലേക്ക് കുഴിഞ്ഞു പോവും. അതുപോലെ തന്നെ മാവ് ഇങ്ങനെ മുറിച്ചെടുത്ത് കഴിഞ്ഞാൽ വലിഞ്ഞു വരുമൊന്നുമില്ല. ഞാൻ പറഞ്ഞല്ലോ, അതുപോലെ നമ്മൾ വലിയുന്ന ടൈപ്പിൽ വരെ ഒന്നും കുഴക്കേണ്ട ആവശ്യമില്ല. മാവ് നന്നായിട്ടൊന്ന് കുഴച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്കിതിനെ ഡിവൈഡ് ചെയ്യാം. ഞാനിപ്പോൾ ഒരു കത്തി ഉപയോഗിച്ചിട്ടാണ് ഇതിനെ മുറിച്ചെടുക്കുന്നത്. ഞാൻ മുറിച്ചപ്പോൾ 9 പീസായിരുന്നു. പക്ഷേ ഉരുട്ടിയപ്പോൾ നടുവിലുള്ള പീസൊക്കെ കുറച്ച് തിക്നെസ് കൂടുതലായിരുന്നു. അങ്ങനെ മൊത്തം 10 ബോളാക്കിയിട്ട് ഞാനിതിനെ ഉരുട്ടിയെടുത്തിട്ടുണ്ട്. നിങ്ങൾ സാധാരണ ചപ്പാത്തിക്ക് ഉരുട്ടിയെടുക്കുന്ന പോലെ ഉരുട്ടിയെടുത്താൽ മതി. പ്രത്യേകിച്ച് ഇങ്ങനെ പൊറോട്ടയ്ക്ക് ബോൾ പിടിക്കുന്ന പോലെ ഒന്നും പിടിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ നമുക്ക് 10 ബോൾ കിട്ടിയിട്ടുണ്ട്. കുറച്ച് വലിപ്പമുള്ള ബോളാക്കിയിട്ട് വേണം ആക്കിയെടുക്കാനായിട്ട്. സാധാരണ നമ്മൾ പൊറോട്ടയ്ക്ക് എടുക്കുന്ന പോലെ തന്നെ. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പൊടി തൂവിയ കൗണ്ടർ ടോപ്പിലിട്ടിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കണം. നിങ്ങൾക്ക് എത്ര നേരിയതായിട്ട് പരത്താൻ പറ്റുമോ അത്രയും നേരിയതായിട്ട് പരത്തുക. ഷേപ്പൊന്നും വലിയ പ്രശ്നമില്ല. നിങ്ങൾക്ക് എങ്ങനെയാണ് എയിമുള്ളത് അതുപോലെ പരത്തിയെടുത്താൽ മതി. നമ്മൾ ചപ്പാത്തിക്കൊക്കെ പരത്തുന്ന പോലെ തന്നെ പരത്തിയെടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ ഇത് നന്നായിട്ടൊന്ന് പരത്തിയെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എത്ര തിന്നായിട്ട് പറ്റുമോ അത്രയും തിന്നായിട്ട് പരത്തിയെടുക്കുക. ഇനി നമുക്ക് ഇതിൻ്റെ മേലെ ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുക്കണം. സാധാ സൺഫ്ലവർ ഓയിലാണിത്. നമ്മൾ പൊടി കുഴയ്ക്കുന്ന സമയത്തൊന്നും ഓയിലൊന്നും ചേർത്തിട്ടില്ല. ഇനി നമുക്ക് ലെയർ വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിനകത്ത് ഓയിൽ ചേർക്കണം. അതുകൊണ്ട് അത്യാവശ്യം നന്നായിട്ട് തന്നെ ഓയിൽ തേച്ച് കൊടുക്കുക. ബ്രഷ് കൊണ്ടോ കൈ കൊണ്ടോ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. എന്നിട്ട് അതിൻ്റെ മേലെ കുറച്ചും കൂടെ മൈദ തൂവണം. ഇത് മറക്കരുത്. ഈ മൈദ തൂവിയിട്ടില്ലെങ്കിൽ ലെയർ സെപ്പറേറ്റ് ആയിട്ട് കിട്ടില്ല. ഇനി ഇതുപോലെ ഒരു ഭാഗത്തുനിന്ന് പൊക്കിയെടുത്തതിന് ശേഷം നമ്മൾ സാരിക്കൊക്കെ പ്ലീറ്റ് ചെയ്യില്ലേ, അതുപോലെ ഒന്ന് മടക്കിയിട്ട് എടുക്കണം. ഞാൻ എപ്പോഴും ചെയ്യാറുള്ള വെച്ചാൽ പകുതിയിൽ നിന്നാണ് ഇങ്ങനെ മടക്കുക. നിങ്ങൾക്ക് ഒരു ഭാഗത്തുനിന്ന് തന്നെ മടക്കി വരാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. പക്ഷേ ഏറ്റവും എളുപ്പമുള്ള മെത്തേഡ് ഇതാണ്. നമ്മളൊരു നടുഭാഗത്തുനിന്ന് മടക്കൽ തുടങ്ങിയിട്ട് വീണ്ടും ആ ഭാഗം ലിഫ്റ്റ് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് മടക്കിയെടുത്താൽ മതി. അപ്പോൾ നല്ല ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും.
അതിനുശേഷം ഒന്ന് നന്നായിട്ട് സ്ട്രെച്ച് ചെയ്യുക. അധികമൊന്നും വലിക്കേണ്ടെന്ന് ആവശ്യമില്ല. ഒന്ന് ലെവലാക്കിയെടുത്തതിന് ശേഷം ഇതുപോലെ സൈഡിൽ നിന്ന് ചുരുട്ടിയെടുക്കുക. നമ്മൾ സാധാരണ പൊറോട്ട കയ്യിൽ വെച്ചിട്ട് വിരലിൻ്റെ മേലെ വെച്ചിട്ടാണ് ചുരുട്ടാറുള്ളത്. ആ മാവ് നല്ല വലിഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് ഈസി ആയിട്ട് കിട്ടും. പക്ഷേ ഇതങ്ങനെ ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ ഇതുപോലെ തന്നെ ചുരുട്ടുക, അറ്റം ഉള്ളിലേക്ക് ടക്ക് ചെയ്യുക. ഇതുപോലെ തന്നെ ബാക്കി എല്ലാ ഉരുളകളും നമുക്ക് ചെയ്തെടുക്കണം. ഓയിൽ ബ്രഷ് ചെയ്യുന്ന കാര്യവും മൈദ തൂവുന്ന കാര്യം ആരും മറക്കരുത്. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യേണ്ട കാര്യമാണ്. പിന്നെ മടക്കുന്നത് ആർക്കെങ്കിലും കൺഫ്യൂഷനായിട്ട് ഞാൻ ഒന്നുകൂടെ കാണിച്ചു തരാം. ഇതുപോലെ നമുക്ക് നടുവിലേക്ക് വെച്ചിട്ട് ഇങ്ങനെ പ്ലീറ്റ് ചെയ്യുന്ന പോലെ മടക്കിയെടുത്താൽ മതി. വലിയ പണിയൊന്നുമില്ല. ഒരു തവണ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. എത്ര ചെറിയ പ്ലീറ്റ് ചെയ്യുന്നോ അത്രയും ലെയറുകൾ കൂടുതലായിരിക്കും. അപ്പോൾ മാക്സിമം ചെറിയ പ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ അറ്റമൊക്കെ നല്ല വൃത്തിക്ക് തന്നെ റോൾ ചെയ്യുക. ഇല്ലാന്നുണ്ടെങ്കിൽ പൊറോട്ട നമുക്ക് കറക്റ്റ് റൗണ്ട് ഷേപ്പിൽ കിട്ടില്ല. ഇനി പൊറോട്ട പരത്താനായിട്ടും നമുക്ക് പൊടി തൂവണം. കൗണ്ടറിൽ പൊടി തൂവിയതിന് ശേഷം മാത്രം ഇതുപോലെ പരത്തുക. നിങ്ങൾക്ക് എത്ര പൊടി ആവശ്യമുണ്ടോ പരത്താനായിട്ട് അത്രയും നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒരു 2 ചപ്പാത്തീൻ്റെ ഒക്കെ ഒരു കനത്തിലാണ് നമുക്ക് പൊറോട്ട പരത്തേണ്ടത്. കാരണം പൊറോട്ട വല്ലാതെ തിന്നായി കഴിഞ്ഞാൽ അതിൻ്റെ മേലെന്ന് ലെയർ അങ്ങനെ വിട്ട് വരില്ല. അപ്പോൾ ഏകദേശം ഒരു 2 ചപ്പാത്തിയുടെ കനത്തിൽ പരത്തിയെടുക്കുക. എന്നിട്ട് നമുക്ക് പൊറോട്ട ചുട്ടെടുക്കാം. ഈ ഒരു പൊറോട്ട എന്ന് പറഞ്ഞാൽ നമുക്ക് റെസ്റ്റ് ചെയ്യുന്ന ഏർപ്പാടേ ഇല്ല. നിങ്ങൾ ബോൾ ഉണ്ടാക്കി പരത്തി ചുരുട്ടി അപ്പം തന്നെ പരത്തിയിട്ട് പൊറോട്ട ചുട്ടെടുക്കാം. പൊറോട്ട ചുടാനായിട്ട് എപ്പോഴും ഇരുമ്പിൻ്റെ കല്ലെടുക്കുന്നതാണ് നല്ലത്. കല്ല് നന്നായിട്ട് ചൂടായതിന് ശേഷം ഇതുപോലെ പൊറോട്ട വെച്ച് കൊടുക്കുക. എന്നിട്ട് ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിലാണ് കുക്ക് ചെയ്യേണ്ടത്. ഒരുപാട് ഹൈ ഫ്ലെയിമും വെക്കരുത്, ഒരുപാട് ലോവും വെക്കരുത്. എന്നിട്ട് ഇടയ്ക്ക് ഇങ്ങനെ തിരിച്ചു മറിച്ചിട്ട് കൊടുക്കുക. ആവശ്യമുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ മാത്രം ഓയിൽ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ചുടുന്ന സമയത്ത് നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നും ഡ്രൈ ആയിട്ടാണ് ഉള്ളതെന്നൊക്കെ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മാത്രം ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. ഇനി അധികം ഓയിലൊന്നും വേണ്ടാത്ത ആളാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആവശ്യം വരുന്നില്ല. പിന്നെ അധികം ഹൈ ഫ്ലെയിമിലിട്ടിട്ട് കുക്ക് ചെയ്യാത്തതാണ് നല്ലത്. നിങ്ങൾക്ക് ഫ്രൈ പാനിലും ചുട്ടെടുക്കുക, അതിന് കുഴപ്പമില്ല. പക്ഷേ ഏറ്റവും ബെസ്റ്റ് റിസൾട്ട് ഇതുപോലെ ഇരുമ്പിൻ്റെ ചട്ടിയിൽ ചുടുന്ന സമയത്താണ്. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കി എല്ലാ പൊറോട്ടയും പരത്തിയിട്ട് ചുട്ടെടുക്കാം. അപ്പോൾ കണ്ടല്ലോ, ഇത്രയേ പണി വരുന്നുള്ളൂ. ഇനിയും പൊറോട്ട അടിക്കുന്ന ഒന്നും കൂടെ ഉണ്ട് ബാലൻസ് ആയിട്ട്. ഓരോ പൊറോട്ട ചുട്ട് എടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ കൈ വെച്ചിട്ട് ഒന്ന് ചുരുട്ടിയെടുത്താൽ തന്നെ നിങ്ങൾക്ക് ഈ ഒരു പൊറോട്ടേൻ്റെ ലെയർ സെപ്പറേറ്റ് ആയിട്ട് കിട്ടും. എല്ലാം കൂടെ ഒരുമിച്ച് അടിക്കണം എന്നൊന്നും നിർബന്ധമില്ല. ഒരെണ്ണം വെച്ചിട്ട് ഇതുപോലെ അടിച്ചെടുത്താൽ തന്നെ നല്ല കിഡിലൻ പൊറോട്ട ആയി കിട്ടും. പൊറോട്ട ചുട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചൂടോടെ കഴിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും, നല്ല ക്രിസ്പി ആയിരിക്കും. ഇനി അതെല്ലാം നിങ്ങൾക്ക് സോഫ്റ്റ് ആയിട്ടുള്ള പൊറോട്ടയാണ് വേണമെന്നുണ്ടെങ്കിൽ എല്ലാ പൊറോട്ടയും കൂടെ ഇതുപോലെ ഒരു കാസറോളിൻ്റെ അകത്തോ ഒരു പാത്രത്തിൻ്റെ അകത്തോട്ട് അടച്ച് വെക്കുകയാണെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പൊറോട്ട കിട്ടും. അപ്പോൾ എല്ലാവരും കണ്ടല്ലോ, ഇത്രേ പണിയുള്ളൂ, വളരെ സിമ്പിളാണ്. ഇനി പൊറോട്ട ഉണ്ടാക്കാൻ വീശി അടിക്കണം, റെസ്റ്റ് ചെയ്യണം, മണിക്കൂറുകളോളം വേണം, ഇങ്ങനത്തെ ഏർപ്പാടൊന്നുമില്ല. നെയ്യും വേണ്ട, മുട്ടയും വേണ്ട, പാലും വേണ്ട, ഒന്നും വേണ്ട. നല്ല ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ്. എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. നമ്മൾ മലയാളികൾക്ക് പൊറോട്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രത്യേക ഇഷ്ടമാണല്ലോ. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള കറീൻ്റെ കൂടെ അത് കഴിക്കുകയും ചെയ്യാം. ഇൻഗ്രീഡിയൻസും ടിപ്സൊക്കെ താഴെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ എല്ലാവരും സേഫായിട്ടിരിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.